അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എലക്ഷൻ വന്നു, എലക്ഷൻ വോട്ട് ചെയ്തു, എണ്ണി വിജയവും പരാജയവും ഒക്കെ തീരുമാനിച്ചു. ഏതായാലും ആവട്ടെ, ഈ സമയത്തും കുരുവട്ടൂരികളുടെ കുരുവാണ് പൊട്ടിയിട്ടുള്ളത്. അതാണ് ഭയങ്കര രസം. കുരുവട്ടൂരികളുടെ കുരു പൊട്ടിക്കിടക്കുകയാണ്. അത് ഭയങ്കര രസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം പിണറായി മുഖ്യമന്ത്രിയായി ഭരണം നടത്തിയ സമയത്ത് ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം എടുത്തിട്ട് അതിലൂടെ എന്ത് ചെയ്യാണ്, ഇപ്പോഴും അവർ ആ രൂപത്തിലൂടെ തന്നെയാണ് ആയതുകൊണ്ട് അവർ പിന്തുണ നൽകിയവരൊക്കെ പരാജയപ്പെടും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിക്കൊണ്ട് കുരുവട്ടൂരികളും വഹാബികളും അതിനോടൊപ്പം കൂട്ടുപിടിച്ചുകൊണ്ട് വഹാബികളുണ്ട്. വഹാബികളൊന്നും അഥവാ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണുന്നത് അങ്ങനെയാണ്. ഏതായാലും അന്ന് ഞാൻ ചുരുക്കി പറയുകയാണ്, അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്ന സമയത്ത് പ്രസംഗിച്ചിരുന്നൊരു ഉസ്താദ്, അതൊന്ന് കേൾക്കാം നമുക്ക് ആദ്യം. കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ന കരുതലുള്ള മുഖ്യമന്ത്രിയാണ് എന്ന തിരിച്ചറിവ് ഇവിടുത്തെ പണ്ഡിതന്മാർ ഇവിടുത്തെ സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. ഷഹീൻ ബാഗ് പോലെയല്ല കേരളത്തിൽ ഇറങ്ങേണ്ടി വരുമ്പോൾ ഇറങ്ങാനും അറിയാം, ഇറങ്ങാതിരിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശങ്ങളുമുണ്ട്. നമ്മൾക്ക് അഭിമാനിക്കാം, നമ്മളുടെ കേരളത്തിൽ നമ്മൾക്ക് നേതൃത്വം നൽകാൻ ഒരു മികച്ച മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ളത് വളരെ പ്രതീക്ഷയുള്ള കാര്യമാണ്. ഒരു കേരള മോഡൽ ഇന്ന് രാജ്യത്തിന്റെ മോഡലാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കണ്ടോ, ഇതാണ് ഈ ഉസ്താദ് പറഞ്ഞത്. ഈ ഉസ്താദ് അന്ന് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് അങ്ങനെ തന്നെയാണല്ലോ പറയേണ്ടത്. ഒരു ഭരണാധികാരികളെ തരം താഴ്ത്തിക്കൊണ്ടാണോ സംസാരിക്കേണ്ടത്? അല്ലല്ലോ. കരുത്തനായ നേതാവ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പ്രസംഗിക്കേണ്ടത്. അത് തന്നെയല്ലേ ജിഫ്രി തങ്ങളും പറഞ്ഞത്. ജിഫ്രി തങ്ങൾ പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. മാറ്റട്ടെ. ഇപ്പൊ കണ്ടില്ലേ, പഴയ വീട് ഇപ്പൊ കാണാനില്ല. ഇപ്പൊക്കെ ഇങ്ങനെ പുതിയ പുതിയ വീടുകളല്ലേ പലരും നിർമ്മിക്കണത്. അദ്ദേഹത്തിന്റെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയനെ എങ്ങനെയാണ്? അല്ല, മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് പിന്നെ അയാള് മുമ്പത്തെ ഭരണത്തിന്റെ ഗുണമായിരിക്കും ചിലപ്പോ ജനങ്ങളെ രണ്ടാമത് അംഗീകരിച്ചത്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അയാളെന്തായിട്ടില്ല, നമ്മളോട് ചെയ്തു തരില്ല, അങ്ങനെ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല പല കാര്യങ്ങളും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് മൂപ്പരുടെ സ്വഭാവം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസം ഉണ്ടാവും. കണ്ടോ, സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് ബന്ധപ്പെട്ട സമയത്തുണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കുന്നു. അതിൻ്റെ അർത്ഥം സയ്യിദുൽ ഉലമ പിണറായി വിജയനെ CPM-കാരനാണ് എന്നാണോ? അല്ല, അതിനർത്ഥം അതൊന്നുമില്ല. കാരണം അന്ന് അവരാണ് ഭരിക്കുന്നത്. അവരുമായിക്കൊണ്ട് ബന്ധപ്പെടലും അവരുമായിക്കൊണ്ടുള്ള ശുപാർശയും അവരുമായിക്കൊണ്ടുള്ള കണക്ഷൻ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ജിഫ്രി തങ്ങൾ പാപ്പ പറഞ്ഞത്, ഞങ്ങൾ ചോദിച്ച ഒരു കാര്യവും അതിനെ തിരസ്കരിച്ചിട്ടില്ല, തള്ളിപ്പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നിന്നുകൊണ്ട് തന്നെ, അദ്ദേഹം നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നേടിത്തന്നിട്ടുണ്ട് എന്ന് ജിഫ്രി തങ്ങൾ പറയുന്നു. അത് എന്നിട്ട് ജിഫ്രി തങ്ങൾ പാപ്പ CPM-ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാണോ? അല്ല. എന്നാൽ അതിൻ്റെ ഒക്കെ പുറമെ വേറെ രസമുണ്ട്. എന്നാൽ ഈ സാവിയത്ത് സൂഫിയക്കാരാണ്, അഥവാ നമ്മളെ കുരുവട്ടൂരികളാണ് ഇപ്പം ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ആ പ്രചരണത്തോടനുബന്ധിച്ച് ഇവർ വലിയൊരു പ്രസംഗം നടത്തിയിരുന്നു. ഓരോ സാനിയത്ത് സൂഫിയയിൽ വെച്ചുകൊണ്ട് കുഞ്ഞേമത് BJPക്ക് വോട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചരണം നടത്തിയിരുന്നൊരു പ്രസംഗം. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി നമുക്കൊറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം. ഭാരതാംബയുടെ ഗമനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കോത്തുപിടിക്കാം. ആരെ? BJPനെ. BJPനെ അറിയുന്ന കേട്ടോ.
നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ, രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്വമെന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി, മത, രാഷ്ട്രീയ, കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്ത് പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് എങ്ങനെ നമ്മളെ മോഡിജിക്ക് കരുത്ത് പകർന്നുകൊണ്ട് ഇവൻ്റെ തൊള്ളേറ്റ്, ഈ കുരുവട്ടൂരികളുടെ തൊള്ളേറ്റ് മോഡിജിക്ക് കരുത്ത് പകരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രവചിച്ചിരുന്ന ഒരു 5 സീറ്റ് ഉണ്ടായിരുന്നു, അത് പോയി 5 കരുതിന് പോയി. ഇവർ തൊള്ളേറ്റ് പറഞ്ഞപ്പത്തിന് പോയി. ബാക്കി പറയട്ടെ. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ, ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവിയത്ത് സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവര്യരുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കേട്ടില്ലേ സുഹൃത്തുക്കളെ, എങ്ങോട്ടാണ് ഈ സാവിയത്ത് സൂഫിയ അഥവാ കുരുവട്ടൂരികൾ, നൗഷാദ്, കുഞ്ഞഹമ്മദ്, പമ്പൈസ്, പിന്നെ കോമാട്ടുചാലിൽ അബ്ദുള്ള ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാണില്ലേ? BJPക്ക് കരുത്ത് പകരാൻ വേണ്ടിക്കൊണ്ട് സാവിയത്ത് സൂഫിയ തയ്യാറാണ്. ഞങ്ങളുടെ ഷെയ്ഖുനയുടെ നേതൃത്വത്തിൽ, കോമാട്ടുചാലിൽ അബ്ദുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാണ്. BJPക്കാർക്ക് വേണ്ടിയിട്ടേ തയ്യാറാണ്. എന്നിട്ട് ഇവിടെ CPM തോറ്റ് നോക്കുമ്പോൾ മുഴുവൻ കാന്തപുരം ഉസ്താദിൻ്റെ ടീമിൻ്റെ മേത്തേക്ക് ഇടുക. ഭയങ്കര രസമുണ്ട് അത്, ഭയങ്കര രസം. എന്നാലോ സ്ഥിരമായിട്ട് ജയിച്ചിരുന്ന ഒരു മണ്ഡലമുണ്ട്, എന്നിട്ട് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മല്ല, അവിടെ CPM തന്നെയായിരുന്നു ജയിച്ചിരുന്നത്. കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ കൈ പിടിച്ച കാരണം ആ ചങ്ങായി അവിടെ തോറ്റു, അയാൾ തോറ്റു. കഴിഞ്ഞ പ്രാവശ്യം അവിടെ സിറ്റിംഗ് സീറ്റാണ്, ആ സീറ്റിൽ എന്ത് ചെയ്തു, തോറ്റു. ഈ ചങ്ങായിന് ഇവൻ്റെ കൈ പിടിച്ചത് കാരണം അയാളവിടെ തോറ്റു. അയാൾ സ്ഥിരമായിട്ട് അവിടെ ജയിക്കണം. 8-9 പ്രാവശ്യം അയാൾ മത്സരിച്ചിട്ടും ജയിച്ച മനുഷ്യനാണ്. എന്നിട്ട് ഇപ്രാവശ്യം ഈ ചങ്ങായിനെ കോമാട്ടുചാലിൽ അദ്ദുവിനെ കാണലോട് കൂടെ തോറ്റു. അല്ല നോക്കണം, ചിന്തിക്കേണ്ടതിലൊക്കെ ഇവരൊക്കെ എന്താണ് AP സ്ഥാനം പറഞ്ഞുകൊണ്ട് എടുക്കണത്. ഇപ്പോൾ നോക്കുകയാണ് നിങ്ങൾ AP സ്ഥാനം ഫോട്ടോ വെച്ചിക്കണോ കാണി, AP സ്ഥാനം ഫോട്ടോ കാട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ AP സ്ഥാനം ഫോട്ടോ? ഇതൊക്കെ ആര് കാട്ടിയതാ? ഇതൊക്കെ ആര് കാട്ടണതാ? ഒരു അമുസ്ലിമീങ്ങളായ ആൾക്കാർ കാട്ടണല്ല. സൂഫീസത്തിൻ്റെ പേരും പറഞ്ഞ്, ഔലിയാക്കന്മാരെ പേരും പറഞ്ഞ് കണ്ട് നടക്കണ മൊയന്തുകൾ കാട്ടണ. മറ്റേ ലീഗുകാരും കോൺഗ്രസ്സുകാരൊന്നും ഈ പണി ചെയ്യൂല. ഇതൊക്കെ ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അവർ. ഇപ്പം അവരൊന്നും ചെയ്യൂല. ഇപ്പം അവരെ കയ്യിൽ നിന്നൊക്കെ അവർക്കൊക്കെ ബോധ്യപ്പെട്ടു, എല്ലാവർക്കും ബോധ്യപ്പെട്ടു എവിടെയാണ് വോട്ടുള്ളത് എന്നുള്ളത്. അവർക്കൊക്കെ ബോധ്യപ്പെട്ടു, എല്ലാവർക്കും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടു. ഇനി നൗഷാദ് ഇലക്ഷനുമായി കൊണ്ട് ചിലക്കണുണ്ട് എന്ന് കേട്ടു നോക്കണം. രാഷ്ട്രീയ രംഗത്ത് വരെ ഇവര് നമ്മളെ സാവിയയിലേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രതിനിധി കടന്നു വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക. ഇലക്ഷനാണല്ലോ, ഇലക്ഷനാണല്ലോ. ഇവരുടെ സാവിയയിലേക്ക് ആരെങ്കിലും രാഷ്ട്രീയ പ്രതിനിധി കയറി വരുന്നുണ്ടോ നോക്കുകയാണ് ചങ്ങായി. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ആളുകൾക്ക്, രാഷ്ട്രീയം നടത്തുന്ന ആളുകൾക്ക് ഓർക്ക് മാനസിക രോഗികളോ അല്ലെങ്കിൽ പിരാന്തന്മാരോ അല്ലെങ്കിൽ വേറെയുള്ള ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത ആൾക്കാരൊന്നും അല്ല എന്ത് ചെയ്യണത്, ഇലക്ഷന് മത്സരിക്കുക. ബുദ്ധിയുള്ളവരൊറ്റ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. എന്താ ചെയ്യും? നിങ്ങളടുത്ത് ആകെ 3 ആൾക്കാരുള്ളത്. ഇനി അബ്ദുല്ലാനെയും കൂട്ടി 4, പിന്നെ സുലൈമാൻ ബാബനെയും കൂട്ടി 5. ഇങ്ങനെ ഈ 4-5 ആൾക്കാരല്ലാതെ ഈ ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് എന്ത് കാര്യം ഓൽക്കുള്ളത്? ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രതിനിധികൾ വരുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ വോട്ട് വേണം. മനസ്സിലായ എനിക്ക്? അത് നിങ്ങളെടുത്തില്ല. അത് കാന്തപുരം സ്ഥാനം അടുത്തേക്കല്ലേ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് ഇത് വരാൻ പാടുള്ളൂ എന്നാണ്. അല്ലാത്തൊരാൾ സാവിയയിലിപ്പോൾ നമ്മളവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ വരുന്നു. ഇവരുടെ സാവിയയിൽ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും വരുന്നു. എന്നെ വെല്ലുവിളിക്കുകയാണ് നൗഷാദെ, വെല്ലുവിളിക്കുകയാണ്. എലത്തൂർ മണ്ഡലം AK
ശശീന്ദ്രനല്ലാതെ വേറെ ഒരാളെങ്കിലും എൻ്റെ സാവിയയിൽ വന്നതായിട്ട് തെളിയിക്കാൻ എന്നെ വെല്ലുവിളിക്കുക. ഇയാളതിനെ പോയ വഴിക്ക് അതിനെ പോയപ്പോൾ ഈ എലത്തൂർ മണ്ഡലത്തിൽ മത്സരിച്ച ആളുണ്ടല്ലോ AK ശശീന്ദ്രൻ, അയാളതിനെ പോയപ്പോൾ കട്ടക്കാലത്തിന് ഈ ചങ്ങായിൻ്റെ അടുത്തൊന്ന് കയറി ആ കൈ പിടിച്ചതോട് കൂടെ തന്നെ അയാൾ തോറ്റു. അതിൻ്റെ മുന്നത്തെയൊക്കെ പ്രാവശ്യം അയാളോട് ജയിച്ചാളാ. ഇപ്പം ഈ ചങ്ങായിൻ്റെ കൈ പിടിക്കലോട് കൂടെ തന്നെ തോറ്റു. എന്നിട്ട് വേറെ ഒരൊറ്റ രാഷ്ട്രീയ പ്രതിനിധി അവിടെ വന്ന ഒരാളെ തെളിയിച്ചു. മാർക്കസിൽ വരാത്ത ആരാളുള്ളത് പ്രാവശ്യം? മാർക്കസിൽ ഈ പ്രാവശ്യം മത്സരിച്ച മത്സരാർത്ഥികളിൽ ഒരൊറ്റൊന്ന് വരാത്തെന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും വന്നിട്ടുണ്ട്. BJPൻ്റെയും മാർക്സിസ്റ്റിൻ്റെയും ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും വന്നിട്ടുണ്ടെന്ന്. എവിടെ അതല്ലേ വോട്ട് കേന്ദ്രമല്ലേ? BJPക്കാർ പിന്നെ വോട്ട് ആവശ്യാർത്ഥം വരില്ല. കാരണം അവർക്കറിയാം വോട്ട് കിട്ടൂല എന്നുള്ളത്. അത് മറ്റേ ശ്രീധരൻപിള്ള ഇവിടെ പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എനിക്കെങ്ങനെയായാലും നിങ്ങൾ വോട്ട് ചെയ്യൂല, പക്ഷെ എന്നാലും ക്ഷണിച്ചപ്പോൾ വന്നു എന്നുള്ളൂ എന്ന് പറഞ്ഞു കണ്ട് പരസ്യമായിട്ട് പ്രസംഗിച്ചല്ലോ. അപ്പോൾ ഇതെന്താ കരുതിയിരിക്കണത്? ഇനി വേറെ രസം കേൾക്കണം. എനിക്ക് വേറെ രസം കേൾക്കണം. ഇപ്പം എലക്ഷനിൽ മത്സരിച്ച് ജയിച്ചു എന്ന് കണ്ടുമ്പാട് സതീശൻ എവിടേക്ക് എത്തിയതറിച്ച് മർക്കസ് കടാ. ഒന്ന് നോക്കേ, നോക്ക് ഒന്ന് പോകണേ നോക്ക്. 100 തികഞ്ഞൊരു സുദിനം പ്രഭനൂർ പരത്തിയ ചരിതം. 100 തികഞ്ഞൊരു സുദിനം പ്രഭനൂർ പരത്തിയ ചരിതം. തിരുവാതി ഹറമൈനിൽ സെന്റിനറി ഗാഥം പാടും പ്രിയ സുൽത്താനുൽ ഉലമ തൻ പിന്നിൽ സമസ്ത മുന്നേറും. അപ്പം ന്യൂസ് കണ്ടില്ലേ? അപ്പം എൻ്റെ ആളുകളോട് പറഞ്ഞു കൊടുത്തളാം. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കരുതിയല്ല, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവരെ കൂട്ടത്തിൽ ഈ കുരുവട്ടൂരികളുടെ കൂട്ടത്തിൽ സുനീറിനെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. കിട്ടണതൊക്കെ നമുക്കിങ്ങനെ ഇലക്ഷനുമായി കൊണ്ട് നമ്മളിതൊന്നും കാണാത്ത മാതിരി വിട്ടുതരികയാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ് ഈ വീഡിയോ കേട്ടോ, അല്ലാതെ ഒന്നുമല്ല. പ്രത്യേകിച്ച് ഇവർ BJPയിലേക്കാണ് ആൾക്കാരെ ക്ഷണിക്കുന്നത്. ആര്? കുരുവട്ടൂരികൾ. പക്ഷേ ഇവിടെ കാന്തപുരം വിഭാഗത്തിന് സമസ്തക്കാർക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേക രാഷ്ട്രീയക്കാരൊന്നുമില്ല. വ്യക്തികൾക്ക് ഏത് രാഷ്ട്രീയം ആവാം. പിന്നെ അവരുടെ വണ്ണത്തിനും വലിപ്പത്തിനും അനുസരിച്ചിട്ട് അവരുടെ അടുത്ത് എല്ലാ രാഷ്ട്രീയക്കാരും വരും. അവരെല്ലാവരോടും ആശീർവാദം പറഞ്ഞു വിടും. അല്ലാജ് തോൽക്കുന്നവരെ മൂത്ത് നോക്കി പറയുമോ? അതൊന്നും പറയില്ല. മനസ്സിലായോ? അത് നല്ലോണം കണക്കൂട്ടിക്കുക. അപ്പോൾ ഇവിടെ നല്ലോണം വോട്ട് കേന്ദ്രം ഉണ്ടായിട്ട് തന്നെയാണ് രണ്ട് കൂട്ടരുടെ അടുത്ത്, സമസ്തക്കാരുടെ അടുത്തും AP ഭാഗത്തിൻ്റെ അടുത്തൊക്കെ ആൾ വരുന്നത്. എൻ്റെ അടുത്തേക്ക് വരാത്ത അവിടെ വരാത്ത ആളുകൾ 3 ആൾക്കാരാണ്. പിന്നെ എങ്ങനെ വരിക? എന്നിട്ട് പറയാ അവിടെ വന്നിരുന്നു, ഈ വന്ന എങ്ങായി തോൽക്കുകയും ചെയ്തു. ഇനി പിന്നെ എങ്ങനെ വരിക? ഇനി ജന്മം ഉണ്ടെങ്കിൽ ആരും വരില്ല അവിടെ.